നമസ്കാരം. പാഥയത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കാഞ്ഞാറിൽ നിന്നും പുള്ളിക്കാനം വഴി വാഗമണിലേക്ക് ഒരു യാത്ര, അത് വല്ലാത്തൊരു ഫീലാണ്. മഴക്കാലത്ത് പ്രകൃതി സൗന്ദര്യം ആവോളം ആസ്വദിച്ച് ഇതുവഴി യാത്ര ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന ചില മിത്തുകളുണ്ട്. അത്തരത്തിലൊന്നാണ് നിഗൂഢതകൾ പേറുന്ന ചാത്തൻപാറ. കാഞ്ഞാറിൽ നിന്നും പുള്ളിക്കാനം വഴി വാഗമണിലേക്കുള്ള യാത്രക്കിടയിലെ പ്രധാന വ്യൂ പോയിന്റുകളിലൊന്നാണ് ചാത്തൻപാറ. ഇവിടെ നിന്നാൽ കുളിർക്കാറ്റേറ്റ് മൂലമറ്റം പവർ ഹൗസും മൂലമറ്റം ടൗണും മഞ്ഞും മലനിരകളും ഒക്കെ കണ്ട് ആസ്വദിക്കാം. അവധി ദിവസങ്ങളിൽ നിരവധി സഞ്ചാരികളാണ് ഇവിടെ വാഹനം നിർത്തി ഈ കാഴ്ച ആസ്വദിക്കാനായി എത്തുന്നത്. പ്രകൃതി സമ്മാനിക്കുന്ന ഈ ദൃശ്യ മനോഹാരിതയ്ക്കപ്പുറം നിരവധി മരണങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പറഞ്ഞും കേട്ടും പ്രചരിക്കുന്ന ഒരു മിത്തുകൂടിയുണ്ട് ചാത്തൻപാറയ്ക്ക് പറയാൻ. പണ്ടെങ്ങോ പുല്ലരിയാൻ പോയ ഒരാൾ ഈ പാറക്കെട്ടിൽ വീണ് മരണമടഞ്ഞെന്നും പിന്നീട് മരണങ്ങൾ തുടർക്കഥയായി എന്നുമാണ് നാട്ടുകാർ പറയുന്നത്. ശരിക്കും മഴക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും, ചുറ്റും കോട കയറിയിട്ടൊരു വെള്ള നിറം മാത്രമായിരിക്കും ഉണ്ടാവുക. പക്ഷേ ചിലപ്പോൾ ഒരു വെയിൽ തെളിഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ മഞ്ഞ് മാറുകയും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ചാത്തൻപാറ വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂലമറ്റം ടൗണും പവർ ഹൗസും ഒക്കെ കാണാം. ഇത് സുരക്ഷാ വേലി സ്ഥാപിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ. ഇതിനു മുമ്പ് ഇവിടെ സുരക്ഷാ വേലി ഇല്ലായിരുന്നു. ഒരുപാട് പേര് ഇവിടെ വീണ് മരണപ്പെട്ടിട്ടുണ്ട്. ആ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ കയറി വന്നത്. ഇതിന് താഴെ കാണുന്ന ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് മൂലമറ്റം ടൗണാണ്. ഇതിപ്പോൾ നമുക്ക് മഞ്ഞൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ദൂരക്കാഴ്ചകൾ കാണാൻ പറ്റുന്നത്. അത് മൂലമറ്റം ടൗണാണ് ആ കാണുന്നത്. പവർ ഹൗസ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. മഞ്ഞൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ആ കാണുന്ന കുന്നിൻ്റെ മുകളിലൊരു അമ്പലമാണെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ ഇതാണ് ദുരൂഹതകൾ പേറുന്ന നിഗൂഢതകൾ ഉറങ്ങുന്ന ചാത്തൻപാറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ പാറ പൊട്ടിച്ചാണ് ഇവിടെ ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് ഉൾപ്പെടെ ഒരു പാറയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പൊട്ടിച്ചാണ് ഈ വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇവിടെ പുല്ലുവെട്ടാനായിട്ട് പോയ ഒരാൾ വീണ് മരണപ്പെടുന്നത്. ആ മരണത്തിന് ശേഷം ഈ ചാത്തൻപാറയിൽ മരണങ്ങൾ തുടർക്കഥയായി എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ചാത്തൻപാറയ്ക്കൊരു ഭംഗിയുണ്ട് കേട്ടോ. മഴക്കാലത്ത് ഇതിലൂടെ വരുമ്പോൾ അതിലൂടെ ആ വെള്ളം ഒഴുകുന്നതും ആ പുല്ലുകളും അതിൽ വിരിഞ്ഞിരിക്കുന്ന പൂക്കളും മഞ്ഞും എല്ലാം കൂടെ കൂടിക്കലർന്നിട്ടൊരു നല്ല ദൃശ്യ ഭംഗിയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് ഇവിടെ. വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്നിട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകൾ നല്ല മനോഹരമാണ്. ഞാൻ പറഞ്ഞില്ല, മുമ്പ് നമ്മൾ കണ്ടതുപോലെ മൂലമറ്റം ടൗണിൻ്റെ ആ കാഴ്ചകളൊക്കെ ഭംഗിയാണ്, നല്ല രസമാണ് അത് കാണാനായിട്ട്. പക്ഷേ കോട എപ്പോഴാണ് കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കോട കയറിയിട്ടുണ്ടെങ്കിൽ ഒരു വെള്ള കളർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ദൂരക്കാഴ്ചകളൊന്നും കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ കോട കയറി നിൽക്കുന്ന ടൈമാണ്. ആ മഞ്ഞുണ്ടോ, നമുക്ക് അടുത്ത് നിൽക്കുന്ന പോലും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ദൂരക്കാഴ്ചകളുടെ കാര്യം പറയാനുണ്ടോ? ചിലപ്പോൾ ഈ മഞ്ഞിങ്ങനെ കയറിയിട്ടുണ്ടല്ലോ, സെക്കൻഡുകൾ കൊണ്ട് അതങ്ങ് മാറിപ്പോവും, വെയിൽ വരും. ഇപ്പം മഞ്ഞ് കയറിയ ടൈമാണ് കണ്ടോ, താഴോട്ട് നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല, ഒരു വെള്ള നിറം മാത്രമേ അവിടെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ചാത്തൻപാറയിൽ ഇത് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള വിഷ്വലാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ വന്ന് കയറി നിൽക്കുമ്പോഴേ ഇതിന് താഴേക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അഗാധമായ കൊക്കയാണ്, 300 അടി താഴ്ചയാണ്, പാറയാണ് അവിടെ ഉള്ളതല്ല. അപ്പോൾ ഇവിടെ ഈ ടൈലിട്ടിരിക്കുന്ന ഈ ഭാഗം കൊണ്ട് ഇവിടുന്ന് താഴേക്ക് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വെള്ളം ഒഴുകുന്നത് കൊണ്ട് തന്നെ പായലും ഉണ്ടാവും. ഈ പായലയിലൊക്കെ നമ്മൾ കയറി ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെന്നിപ്പോവും. അങ്ങനെ തെന്നി താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ 300 അടി താഴ്ചയിലേക്കാണ് നമ്മൾ പോയി വീഴുന്നത്. അതും പാറയാണ് അവിടെ ഉള്ളതല്ല. പാറയുടെ മുകളിലേക്ക് വീണാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വീണ് മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഇതിന് മുകളിൽ നിന്ന് കല്ല് വീണ് ഒരു പിക്കപ്പിനൊക്കെ കേട് വന്നിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടു. സത്യമാണോ നമുക്കറിയില്ല. ഇത് സുരക്ഷാ വേലി സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള വിഷ്വൽസാണ്. ഇതിൻ്റെയൊക്കെ ആ വിളുമ്പത്ത് കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ നോക്കും. എങ്ങാനും ഒന്ന് കാല് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് പോകും. കണ്ടോ,
കുത്തനെ കിടക്കുന്നതുകൊണ്ട് അത് മൊത്തം പാറയാണ്. അതിന് മുകളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടത്തില്ല. 100-300 അടി താഴ്ചയിലേക്ക് പോകും. ശരിക്കും മിത്തിനേക്കാൾ ഉപരി സ്ഥലം പരിചയമില്ലാതെ അതിന് മുകളിൽ കയറി നിൽക്കുകയും കാല് തെറ്റി താഴേക്ക് പോയി അങ്ങനെയൊക്കെയാണ് ഇവിടെ ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. എന്നാലും ഈ സൈഡിൽ കൂടി നടക്കുമ്പോൾ ഇതിന് മുകളിൽ കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ശ്രമിക്കും. ദൂരക്കാഴ്ചകൾ കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ കയറി നിൽക്കും. അങ്ങനെയൊക്കെ കയറി നിൽക്കുന്ന സമയത്ത് കാല് ഒന്ന് തെന്നി താഴേക്ക് പോയാൽ അഗാധമായ കൊക്കയിലേക്കാണ് വീഴുന്നത്. കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളതും അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ അധികൃതരെ സുരക്ഷാ വേലിയൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലൊന്നും കയറി നിന്നാലും താഴേക്ക് പോകത്തില്ലാത്ത രീതിയിൽ ഒരാൾ പൊക്കത്തിലാണ് സുരക്ഷാ വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അപകടങ്ങൾ കുറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ചാത്തൻപാറ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി ഒന്ന് കാണാൻ മാത്രം കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ യാത്രകൾ ചെയ്യുന്നത് സേഫായിട്ട് യാത്രകൾ ചെയ്യുക, നിർദ്ദേശങ്ങൾ പാലിക്കുക, സുരക്ഷിതമല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക. എന്തായാലും മിത്തും നിഗൂഢതകളൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നത് ആൾക്കാരുടെ അശ്രദ്ധ കൊണ്ടാണ് കൂടുതൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. വിളുമ്പത്തേക്ക് കയറി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുമ്പോഴോ അതിന് സൈഡിലേക്ക് ഒന്ന് നിൽക്കുമ്പോഴൊക്കെ നമ്മളൊന്ന് വേച്ചു പോയാൽ നേരെ വീഴുന്നത് അഗാധമായ കൊക്കയിലേക്കായിരിക്കും. 100-300 അടി താഴ്ചയിലേക്കാണ് വീഴുന്നത്. പാറയാണ് മുഴുവൻ. അപ്പോൾ അതിന് മുകളിലേക്ക് വീണാൽ നമ്മുടെ പൊടി പോലും കിട്ടത്തില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അധികൃതരവിടെ സുരക്ഷാ വേലിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാൾ പൊക്കത്തിൽ സുരക്ഷാ വേലിയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീഴുമെന്നുള്ള പേടിയൊന്നും ഇല്ലാതെ തന്നെ അവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാനായിട്ട് പറ്റും. ചാത്തൻപാറയുടെ കഥ സത്യമോ മിഥ്യയോ എന്തുമാവട്ടെ, ഓരോ യാത്രയും ഉത്തരവാദിത്ത ബോധമുള്ള ഓരോ സഞ്ചാരിയാവുക എന്നുള്ളത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പാതയത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.